എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചെറിയ യാത്ര പോവുകയാണ്. ശ്രീകുട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ എങ്ങടെ പോകണമെന്ന് വെച്ചാൽ പാലക്കാട്ടേക്കാണ്. എൻ്റെ ചെറിയ അനിയത്തീനെ കല്യാണം കഴിച്ചത് അവിടേക്കാണ്. നമ്മൾ പോണ വഴിക്ക് രണ്ടത്താണിയിൽ നിന്ന് അച്ഛനെയും അമ്മേനെയും നമ്മുടെ കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ശ്രീകുട്ടൻ്റെ കൂടെ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോയി, പക്ഷെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ്. അതിൻ്റെ കൂടെ തന്നെ ദിനുവിൻ്റെ അമ്മ കുറേ പറയുന്നു ശ്രീകുട്ടീനെ കാണണം എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെയും കൂടിയുള്ളൊരു യാത്രയാണ്. അനിയത്തിയുടെ കല്യാണത്തിന് അന്ന് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പങ്കെടുത്തു. പക്ഷേ അന്ന് നമ്മുടെ സ്കൂളിൽ സബ് ജില്ലാ കലോത്സവമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശ്രീകുട്ടിക്ക് പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞ വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശ്രീകുട്ടി അവിടെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയാണ് അമ്മ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ, ശ്രീകുട്ടീനെ എന്താ വരാത്തത്, ശ്രീകുട്ടീനെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലങ്ങൾ കാണാൻ. നമ്മുടെ കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ വരിക. ഞാൻ പാലക്കാടല്ല ജനിച്ചത്, പക്ഷെ നമ്മളവിടുത്തെ ആ പണ്ടത്തെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ആ ഭാഗത്തേക്കുള്ള വീടുകളൊക്കെ. എന്താ പറയുക, ഭൂരിഭാഗം വീടുകളും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ വരിക. പിന്നെ അതുപോലെ എന്താ പറയുക, നല്ല പാടം, പിന്നെ നമ്മളെ കുറേ മലകൾ ഇങ്ങനെ കാണട്ടെ പോണ വഴിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ വീഡിയോ എടുക്കാനും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങനത്തെയൊക്കെ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞങ്ങളങ്ങനെ ഞങ്ങളൊരു 2 മണിയൊക്കെ അവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കറക്റ്റ് 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് വഴി തെറ്റല്ല, നമ്മൾ അവരുടെ സ്ഥലത്തുനിന്നും പിന്നെ നമ്മൾ മുന്നോട്ടൊരു 10 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒലവങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ജംഗ്ഷനിൽ വണ്ടി നിർത്തി. അപ്പോൾ ശ്രീകുട്ടനും അച്ഛനും കൂടി കടയിൽ ഇറങ്ങിപ്പോയിട്ട് സാധനം വാങ്ങിക്കാൻ പോയി. ലച്ചു ശ്രീകുട്ടിയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഇപ്പോഴെങ്ങാണ്ടാണ് നീറ്റത്. ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും പറയാച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടുന്ന് പിറകോട്ടാണ് പോകേണ്ടിയിരുന്നത് അനിയത്തിൻ്റെ വീട്ടിലേക്ക്. നമ്മൾ പിന്നെ ഒരു 10 കിലോമീറ്റർ പോയല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ഈ മലനിരകളൊക്കെ കാണാൻ പറ്റി, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും പറ്റി. ഇത് മറ്റേ വെസ്റ്റേൺ ഘട്ടാണെന്നാണ് ശ്രീകുട്ടൻ പറഞ്ഞത്. എനിക്ക് വലിയ അറിവില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ട പർവ്വത നിരകൾ. ഇത് ബസ്സിൽ പോണട്ടെ ഈ സ്ഥലം ശരിക്കും കിട്ടണമെങ്കിൽ. അങ്ങനെ വേണമെങ്കിൽ പൈസ ഒന്നും മതി, ഞാൻ ബസ്സിൽ വരും. നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ശ്രീകുട്ടൻ റിവേഴ്സ് എടുത്ത് തന്നാ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. നമ്മൾ പിന്നെയും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല നേരത്തെ 10 കിലോമീറ്റർ അപ്പുറത്ത് പോയിന്ന്. അത് നമ്മൾ പിന്നെയും തിരിച്ച് ഇതിലൂടെ തന്നെ വന്നപ്പോൾ ഒന്നുകൂടി ഇതൊക്കെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ ഞങ്ങൾ പണ്ടല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഉണ്ണിയുടെ കൂടെ എറണാകുളത്തൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഇതുപോലെ അന്ന് തൃശ്ശൂർ പൂരം നടക്കണ സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി കാണണമെന്ന്. പക്ഷേ ഉണ്ണേട്ടനാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആ ഭാഗത്ത് ടച്ച് ചെയ്യാണ്ട് പോകാനൊക്കെ പറയുന്നത്. പക്ഷേ എന്താ ഉണ്ടായത്, ഞങ്ങൾ നേരെ മറ്റേ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു. അപ്പോൾ ഓരോ യോഗങ്ങളാണ് കേട്ടോ. അത് നമ്മൾ കാണാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ എങ്ങനെയൊക്കെയോ നമ്മൾ പിന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ പറയണത് 9 കിലോമീറ്റർ ആയിട്ടില്ലെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോകേണ്ടത്, അച്ഛൻ അറിയണല്ലേ എന്ന് വിചാരിച്ചിട്ട്.
ദിനുവിൻ്റെ അമ്മയ്ക്ക് ബജി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. അപ്പോഴാണ് ഞാൻ ഈ നഴ്സറി കണ്ടത്. നല്ല രസമുള്ള ചെടികൾ. അപ്പം ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ മുണ്ടൂർ അവരുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പം ഞങ്ങൾ നമ്മുടെ റോഡിൽ നിന്ന് ആ വഴിയിലേക്ക് കയറുക കേട്ടോ. അവരെ അടുത്തുള്ള അമ്പലം കേട്ടോ അത്. ഈ നായക്കുട്ടീനെ ഷിബില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ അതിനൊരു സന്തോഷമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രീകുട്ടീനെ കണ്ടിട്ട അമ്മ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഓർമ്മ ഉണ്ടാവില്ല എന്ന്. പക്ഷേ പറഞ്ഞു ആരോ വെച്ചപ്പോൾ ശ്രീകുട്ടീന്ന്. കുറേ വയ്യാണ്ടൊക്കെ ആയിരുന്നു അമ്മയ്ക്ക്. പാവട്ടവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര നേരം നമ്മളെ കാത്തുനിന്നറിയാം. 3 മണിയായില്ലേ ഞങ്ങളവിടെ എത്തിയപ്പോൾ. കുട്ടികൾക്ക് കൊടുത്തിരുന്നു പറഞ്ഞു അവിടെ ഏട്ടൻ്റെ മക്കൾക്ക്. ഇവരൊക്കെ കാത്തിരിക്കുന്നതായിരുന്നു. ഞങ്ങൾ പറഞ്ഞു കഴിച്ചോളുണ്ടോ, ഞങ്ങൾ വന്നിട്ട് കഴിക്കാം, എന്തായാലും നേരം വൈകുണ്ടാവും എന്നൊക്കെ. പക്ഷെ അവർ നമ്മളെ കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാട്ടാ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ അത് അവരെ ഏട്ടൻ്റെ മക്കളാട്ടാ, തക്കുടും നിരഞ്ജനും. ഷിബില പിന്നെ ഞങ്ങളെ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കോലം ഇടലൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഷിബില പറഞ്ഞു ഇവിടെ രഥമുണ്ട്, നമ്മൾ ഘോഷയാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെ അകത്തേക്ക് അവൾ കൊണ്ടുപോകും കേട്ടോ. ഇത് കോലം ഇടാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. നമുക്ക് അതിനെ പറ്റി ശരിക്കും അറിയില്ല. പക്ഷെ അതിനാണ് ഡിസൈൻ ചെയ്യുമെന്നോ. അങ്ങനെ അവരെ വീടിൻ്റെ അകത്തേക്ക് അവരെ വിളിച്ചുവിട്ടായിരുന്നു നമ്മളെ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ പൂജാ റൂം കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. നമ്മളെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടേ ഇല്ല. തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പൂജാ റൂം. അവർ പിന്നെ നമ്മളെ കുമ്മാട്ടിക്ക് വരണ ഉത്സവത്തിന് ഭയങ്കര പ്രശസ്തമാണ്, മുണ്ടൂർ കുമ്മാട്ടി എന്നൊക്കെ പറയുകയുണ്ടായിട്ടോ. തൃശ്ശൂർ പൂരത്തിന്റെ അതേ ചൈതന്യം കുടമാറ്റും വെടിക്കെട്ടും മാത്രമില്ല, ബാക്കി എല്ലാ സംവിധാനങ്ങളും. അങ്ങനെ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു മീൻകുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറുതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൽ കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് ഇനി പോട്ടെ, അവിടെ വീട്ടിലെത്തണ്ടേ, ഒരുപാട് സമയമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ശരി. ദിനുവിൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടാണ് അത്, വെളുത്തമ്മ. അപ്പം ഞങ്ങൾ പോകാൻ നേരത്താണ് ആൾ വന്നത്. വെളുത്തമ്മ തൃശ്ശൂർ പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വേങ്ങരയിലേക്ക് തിരിച്ചു. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ടും അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്. ഭദ്രനെ കൊണ്ടുപോകാത്തതിനുള്ള ദേഷ്യമായിട്ടാണ് അവളെ കാണിക്കണത്.